BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരളത്തിൽ അമിത ആത്മവിശ്വാസം വിനയായി. ഇടതുപക്ഷ നയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടുപോയി വിമർശിച്ച CPIM കേന്ദ്ര നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ അമിത ആത്മവിശ്വാസം വിനയായെന്ന് വിമർശനം. ഇടതുപക്ഷ നയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടുപോയി. നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് ചെന്താമരയെ കാത്തിരിക്കുന്നതെന്ത്? ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ തിങ്കളാഴ്ച പറയാനിരുന്ന വിധി ജഡ്ജിക്കുണ്ടായ ആരോഗ്യ പ്രശ്നം കാരണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2025 ജനുവരി 27 പ്രതി ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. KPCC അധ്യക്ഷനാകാൻ എനിക്ക് അവസരം നൽകണം. ജാതി നോക്കി അധ്യക്ഷനാക്കിയവരെ കൊണ്ട് ഗുണവുമുണ്ടായില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ. KPCC അധ്യക്ഷനാകുവാൻ തനിക്ക് അവസരം നൽകണമെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇക്കാര്യം ദേശീയ സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജാതി നോക്കി അധ്യക്ഷനാക്കിയവരെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. അടിമുടി പുനഃസംഘടനയില്ലെങ്കിൽ പാർട്ടി നശിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 1978 മുതലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നും ജാതി സമവാക്യങ്ങൾ നോക്കി അധ്യക്ഷനെ തീരുമാനിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെയും ആവശ്യം ഉന്നയിച്ചിരുന്നു. ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്ന ആപ്പുകളെ സൂക്ഷിക്കണം. കർശന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. വ്യാജ ആപ്ലിക്കേഷനുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്ന ആപ്ലിക്കേഷനുകൾക്കെതിരെ ജാഗ്രത പാലിക്കണം. ഫോൺ സുരക്ഷ ഉറപ്പാക്കുവാൻ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. വിശ്വസനീയമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നും ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് ദുബായ് പോലീസിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ ക്രൈംസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വകയിരുത്തിയ മുഴുവൻ തുകയും ലഭിച്ചില്ല. ശബരിമല മാസ്റ്റർ പ്ലാനിൽ വാക്ക് പാലിക്കാതെ LDF സർക്കാർ. ശബരിമല മാസ്റ്റർ പ്ലാനിൽ വാക്ക് പാലിക്കാതെ LDF സർക്കാർ. വകയിരുത്തിയ മുഴുവൻ തുകയും ശബരിമലയ്ക്ക് ലഭിച്ചില്ല. മാസ്റ്റർ പ്ലാനിന് വകയിരുത്തിയത് 275 കോടിയാണ്. 85.45 കോടി മാത്രമാണ് ലഭിച്ചത്. ഇതിൽ 85.39 കോടിയും ചിലവഴിച്ചു. ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ രേഖകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. 2016-17 വർഷങ്ങളിലാണ് 275 കോടി രൂപ വകയിരുത്തിയിരുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിയറ്റ്നാം ബോട്ട് അപകടം. മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിൽ എത്തിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിൽ എത്തിക്കും. രാത്രി 10 മണിയോടെ മുംബൈയിൽ എത്തിക്കുന്ന മൃതദേഹം നോർക്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരും. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒന്നാമതെത്തി UAE. യേൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച സൂചികയിലാണ് UAEയുടെ നേട്ടം. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കി. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ UAE ഒന്നാം സ്ഥാനത്തെത്തിയത്. 47 സൂചകങ്ങളിലായി 177 രാജ്യങ്ങളെ വിലയിരുത്തുന്ന യേൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് നേട്ടം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.